ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എൻ്റെ ഒരു ഓൺ എക്സ്പീരിയൻസ് നിങ്ങളുമായി ഷെയർ ചെയ്യാനാണ്. ഞാൻ എങ്ങനെ കാനഡയിൽ ഡയറക്റ്റ് PR ആയി എത്തി. ഞാനിവിടെ കാനഡയിൽ എത്തിയത് സ്പൗസൽ സ്പോൺസർഷിപ്പ് വഴിയായിരുന്നു. എൻ്റെ മാരേജ് കഴിഞ്ഞത് 2023 ഓഗസ്റ്റിലായിരുന്നു. എൻ്റെ മാരേജ് കഴിഞ്ഞതിന് ശേഷം PRന് വേണ്ടിയിട്ടും വിസ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടും ഞാൻ പലതരത്തിലുള്ള ഓപ്ഷൻസ് നോക്കി. എൻ്റെ പല ഫ്രണ്ട്സുകളോട് ചോദിച്ചു, യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കി. പക്ഷേ നമുക്ക് കൃത്യമായൊരു ഇൻഫർമേഷൻസ് എനിക്ക് അവിടെ നിന്ന് കിട്ടിയില്ല. പലരും പലതരത്തിലുള്ള ഓപ്ഷൻസും അഭിപ്രായങ്ങളുമാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഞാൻ ചെയ്യുന്ന ഈ വീഡിയോ കുറച്ച് പേർക്കെങ്കിലും ഉപകാരമാകണമെങ്കിൽ ആയിക്കോട്ടെ എന്ന് ഓർത്തിട്ടാണ് ഞാൻ ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് പാസ് ചെയ്യുന്നത്. എൻ്റെ ഹസ്ബൻഡ് ഇവിടെ PR ആയതുകൊണ്ട് ഞാനും കാനഡയിൽ എത്തിയത് ഡയറക്റ്റ് PR ആയി തന്നെയാണ്. എൻ്റെ വിസ പ്രോസസ്സിങ്ങിന് ഏകദേശം 11 മാസത്തോളം എടുത്തു. അത് ഓരോരുത്തരുടെ ഭാഗ്യം പോലെയും ഓരോ എംബസി അനുസരിച്ചും ആ ടൈം ഡ്യൂറേഷൻ മാറാം. നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഫസ്റ്റ്, എത്രയും പെട്ടെന്ന് മാരേജിന് ശേഷം നമ്മുടെ ഫയൽ സബ്മിറ്റ് ചെയ്യുക. എത്ര ഡോക്യുമെൻറ്റ്സ് നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നുണ്ടോ അത്രയും ഡോക്യുമെൻറ്റ്സ് ഒറിജിനൽ ആയിരിക്കണം. ഒരു തരത്തിലുള്ള ഫേക്കും നമ്മൾ കാണിക്കാൻ പാടില്ല. അങ്ങനെ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും തരത്തിൽ നമ്മുടെ ഫയൽ റിജക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ പിന്നെ ആ പ്രോസസ്സിങ് ആദ്യം തൊട്ട് ചെയ്യാൻ നമുക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഫയൽ സബ്മിഷൻ എത്രയും പെട്ടെന്ന് സബ്മിറ്റ് ചെയ്യാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് തന്നെ ചെയ്യുക. കാരണം ഇവിടെ ഓരോ ദിവസവും ഇമിഗ്രേഷനിൽ ഓരോ ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് എന്തെല്ലാം ഡോക്യുമെൻറ്റ്സ് വേണമെന്ന് നോക്കാം. നമ്മൾ എത്രത്തോളം വാലിഡ് ആയിട്ടുള്ള പ്രൂഫുകൾ അവർക്ക് സബ്മിറ്റ് ചെയ്യുന്നു അത്രയും സ്ട്രോങ് ആകുകയാണ് നമ്മുടെ ഫയൽ. പ്രത്യേകിച്ചും നാട്ടിൽ നിന്ന് മാരേജൊക്കെ കഴിഞ്ഞ് പുറത്തൊക്കെ പോയി വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ എന്തെല്ലാം ഡോക്യുമെൻറ്റ്സ് നമ്മൾ കളക്ട് ചെയ്യണം എന്നുള്ളത് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഞാൻ സബ്മിറ്റ് ചെയ്ത് എന്തെല്ലാം ഡോക്യുമെൻറ്റ്സ് ആണെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് ബ്രീഫായി നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഫസ്റ്റത്തെ പ്രൂഫാണ് നമ്മുടെ മാരേജ് സർട്ടിഫിക്കറ്റ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോസാണ്. അവർ ഏത് ക്രൈറ്റീരിയയിലാണോ നമ്മളോട് ആവശ്യപ്പെടുന്നത് ആ ക്രൈറ്റീരിയ പ്രകാരം തന്നെയുള്ള ഫോട്ടോസ് നമ്മൾ സബ്മിറ്റ് ചെയ്യണം. പിന്നെ നമുക്ക് പ്രൂഫിനായി കൊടുക്കാൻ പറ്റുന്ന നമ്മുടെ ഫോട്ടോസ് എന്ന് പറയുന്നത് നമ്മൾ ഒരുമിച്ചുള്ള കുറച്ച് ഫോട്ടോസുകൾ നമുക്ക് കൊടുക്കാം. അതിപ്പോൾ നമ്മുടെ മാരേജിൻ്റെ ആവാം, നമ്മൾ ഹണിമൂൺ പോയിട്ടുണ്ടെങ്കിൽ അതാവാം, നമ്മൾ ഒരുമിച്ച് നിൽക്കുന്ന കുറച്ച് ഫോട്ടോസ്, നമ്മുടെ ഫാമിലിയുടെ കൂടെ നിൽക്കുന്ന കുറച്ച് ഫോട്ടോസ്, അതൊക്കെ നമുക്ക് സബ്മിറ്റ് ചെയ്യാം. അതുകൂടാതെ നമുക്ക് സോഷ്യൽ മീഡിയസിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ഫോട്ടോസ്, ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ അങ്ങനെയൊക്കെ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുള്ള ഫോട്ടോസൊക്കെ നമുക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഇൻവിറ്റേഷൻ കാർഡും സബ്മിറ്റ് ചെയ്യാം. കല്യാണം ഇന്ന തീയതിയിൽ നടന്നു എന്നുള്ളതിന് പ്രൂഫായി. പിന്നെ നമുക്ക് വേറൊരു പ്രൂഫാണ്, നമ്മൾ വിവാഹ ആവശ്യത്തിനായി ട്രാവലൊക്കെ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ നമുക്ക് പാസ്പോർട്ടിൻ്റെ സ്റ്റാമ്പിംഗ് പേജ് നമുക്ക് വേണമെങ്കിൽ അറ്റാച്ച് ചെയ്യാം. അടുത്തതായി നമുക്ക് വേണ്ടത് നമ്മുടെ പോലീസ് ക്ലിയറൻസ് ആണ്. നമ്മൾ എവിടെയാണോ നിൽക്കുന്നത് അവിടുത്തെ പോലീസ് ക്ലിയറൻസും, അതുകൂടാതെ നമ്മൾ 6 മാസത്തിനുള്ളിൽ ട്രാവൽ ചെയ്ത് എവിടെയെങ്കിലും സ്റ്റേ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടുത്തെ പോലീസ് ക്ലിയറൻസും വേണം. ഞാനിപ്പോൾ സൗദി വർക്ക് ചെയ്തതുകൊണ്ട് എനിക്ക് സൗദിയിലെ പോലീസ് ക്ലിയറൻസും, ഞാൻ വിവാഹ ആവശ്യത്തിനായി നാട്ടിൽ വന്നതുകൊണ്ട് നാട്ടിലെ പോലീസ് ക്ലിയറൻസും, അങ്ങനെ എനിക്ക് 2 പോലീസ് ക്ലിയറൻസും സബ്മിറ്റ് ചെയ്യേണ്ടി വന്നു. പിന്നെ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ജോയിൻറ്റ് അക്കൗണ്ട് ഉണ്ടെങ്കിൽ ജോയിൻറ്റ് അക്കൗണ്ടിൻ്റെ ക്യാഷ് ട്രാൻസാക്ഷൻ നടത്തിയിരിക്കുന്നതിൻ്റെ പ്രൂഫ് നമുക്ക് സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. എല്ലാ വിസ പ്രോസസ്സിങ്ങിനും ഇത്രയൊന്നും ഡോക്യുമെൻറ്റ്സ് മാൻഡേറ്ററി അല്ല. എങ്കിലും ഞാൻ ഇത്രയൊക്കെ ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്തിരുന്നു എൻ്റെ ഫയലിൽ ഒരു റിജക്ഷനും വരാതിരിക്കാൻ വേണ്ടിയിട്ട്. ദൈവാനുഗ്രഹം കൊണ്ട് എൻ്റെ ഫയലിന് ഒരു റിജക്ഷനും വന്നില്ല. എൻ്റെ ഫയൽ ഞാൻ കംപ്ലീറ്റ് ആയി സബ്മിറ്റ് ചെയ്തത് 2023 ഡിസംബറിലായിരുന്നു. അതിനുശേഷം ഡിസംബറിന് ശേഷം എനിക്ക് ഫെബ്രുവരിയിലാണ് അടുത്ത സെക്കൻഡ് സ്റ്റെപ്പ് ആയത്. ബയോമെട്രിക്സിന് വേണ്ടിയിട്ട് അവർ റിക്വസ്റ്റ് വന്നു. ഞാൻ ബയോമെട്രിക്സ് ചെയ്തതിന് ശേഷം എനിക്ക് നല്ലൊരു ഗ്യാപ്പായിരുന്നു. പിന്നെ എനിക്ക് ഒരു തേർഡ് റിക്വസ്റ്റ് വന്നത് മെഡിക്കൽ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. ആ നവംബറിൽ ഞാൻ മെഡിക്കൽ ചെയ്തു. 7 വർക്കിംഗ് ഡേയ്സിന് ശേഷം എനിക്ക് പാസ്പോർട്ട് സബ്മിറ്റ് ചെയ്ത് വിസ സ്റ്റാമ്പിങ്ങിന് വേണ്ടി വന്നു. വിസ സ്റ്റാമ്പിങ്ങും ഏകദേശം 7 വർക്കിംഗ് ഡേയ്സും കൊണ്ട് തന്നെ ഫിനിഷായി. പിന്നെ നമ്മുടെ ഈ വിസ സ്റ്റാമ്പ് ചെയ്ത് വരുന്ന കൂട്ടത്തിൽ തന്നെ നമുക്ക് COPR എന്നൊരു പേപ്പർ നമുക്ക് കിട്ടും. ആ പേപ്പറായി വിസ സ്റ്റാമ്പ് ചെയ്ത് വരുന്ന കൂട്ടത്തിൽ തന്നെ നമുക്ക് 2 പേപ്പേഴ്സ് കാണും. COPR എന്ന് പറയുന്ന പേപ്പർ. ആ ഒരു പേപ്പർ നമ്മൾ കാനഡ എയർപോർട്ടിൽ എൻട്രി ചെയ്യുന്ന സമയത്ത് നമ്മൾ അവിടെ സബ്മിറ്റ് ചെയ്യണം. നമ്മുടെ PRൻ്റെ പ്രോസസ്സിന് വേണ്ടിയിട്ട് ഒരെണ്ണം നമ്മുടെ കയ്യിൽ വെക്കണം. ഇത് യാതൊരു കാരണവശാലും മിസ്സായി പോകരുത്. ആ പേപ്പർ വഴിയാണ് നമ്മുടെ PR കാർഡിനുള്ള പ്രോസസ്സിങ് നടക്കുന്നത്. ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഞാൻ എൻ്റെ ഒരു PR പ്രോസസ്സിന് വേണ്ടിയും വിസ പ്രോസസ്സിന് വേണ്ടിയും ചെയ്തത്.
എല്ലാവർക്കും കുറച്ചൊക്കെ ഇൻഫർമേഷൻസ് ഇതിൽ നിന്ന് കിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു.